Praise the Lord. ദൈവനാമത്തിന് മഹത്വം. I greet all of you this evening in the most precious name of our Lord and our Savior Jesus Christ. യേശു കർത്താവിന്റെ വന്യ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്ധ്യാസമയം എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. It is such a joy to be in the presence of the living God. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നത് എത്രയോ സന്തോഷത്തിന് കാരണമാണ്. We are living at a very peculiar time. ഒരു വളരെ പ്രത്യേക കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. All of us perhaps we might be thinking that the cases of corona is reducing, but suddenly there is again a surge of what is called a second wave. നമ്മൾ ഓർക്കും ഈ കൊറോണ എന്ന ബാധ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ വീണ്ടും അടുത്ത ഒരു വേലിയേറ്റം പോലെ കൊറോണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. Definitely it is not a complacent or a comfortable situation. ഇത് ഒരിക്കലും ഒരു സുഖലൗലിപമായ നമുക്ക് അനുയോജ്യമായ സാഹചര്യമല്ല. It is very much worrisome, and as children of God we need to pray more and more. ഇത് നമ്മളെ അലട്ടുന്ന ഒരു വിഷയമാണ്. ദൈവമക്കൾ എന്ന നിലയിൽ നാം ഇനിയും അധികം പ്രാർത്ഥിക്കണം. I thank God for all these platforms that the Lord has prepared so that we can be connected with each other. നമുക്ക് അന്യോന്യം ബന്ധപ്പെട്ട് നിലനിൽക്കുവാൻ വേണ്ടി, കൂട്ടായ്മയിൽ മുന്നേറുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി കരേറ്റുകയാണ്. And I want to thank God for giving me this opportunity to share with you the word of God. എനിക്ക് കർത്താവ് ഇങ്ങനെ ഒരു സാഹചര്യം വചനം സംസാരിക്കാൻ ഒരുക്കി തന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. I was just thinking and praying to God about what I should share with the church. ഇന്ന് ദൈവസഭയുമായി എന്ത് സംസാരിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയോടെ കർത്താവിനോട് ചോദിക്കുകയായിരുന്നു. So one thing that the Lord was inspiring me or impressing in my heart to speak to the church was about an intimacy, a relationship with God. എന്നോട് കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവസഭയുമായി ഇടപെടുവാൻ പകർന്ന ആലോചന എന്ന് പറയുന്നത് കർത്താവുമായിട്ട് ഒരു ഇണയടുപ്പമുള്ള അകമഴിഞ്ഞ ഒരു ബന്ധത്തിൽ നാം വരണം. I was listening to some of you who were praying today. ഇന്ന് പ്രാർത്ഥിച്ച പലരുടെ പ്രാർത്ഥനാ വാചകങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. One of our mother, she prayed like this: Kabada Bhakti, save us from hypocrisy. നമ്മുടെ ഒരു മാതാവ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഞങ്ങളെ കപടഭക്തിയിൽ നിന്ന് വിടുവിക്കണേ കർത്താവേ. How many of you would agree with me that we are all at some level hypocrites? എന്നോട് ആരൊക്കെ യോജിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നാം എല്ലാവരും ഒരു പരിധിവരെ ഒരു നിലയിലല്ല മറ്റൊരു നിലയിൽ കപടഭക്തി പ്രകടിപ്പിക്കുന്നവരാണ്, ഉള്ളവരാണ്. Over a period of time we put on the cloth of spirituality. കാലത്തിന്റെ ഈ കുത്തൊഴുക്കിൽ നാം ആത്മീയതയുടെ ഒരു പുറം ചട്ട മാത്രം ധരിക്കുന്നവരായി തീരുവാൻ സാധ്യത അധികമാണ്. But actually our heart might be far from God. We may not be in communion or in relationship or in intimacy with Jesus. ആത്മീയതയുടെ ഈ പുറം ചട്ട മാത്രം അണിഞ്ഞുകൊണ്ട് ഉള്ളിൽ ഹൃദയംഗമായി യേശുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടവരായി നാം മുന്നേറുവാൻ സാധ്യത അധികമാണ്. Many a times in my personal life, പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ I find myself totally disconnected with God. ദൈവത്തിൽ നിന്ന് പൂർണ്ണമായ ബന്ധം അറ്റുപോയ വ്യക്തിയെ പോലെ എന്നെ തന്നെ കണ്ടിട്ടുണ്ട്. I believe that there is nothing wrong in telling that. ഇത് ഏറ്റുപറയുന്നതിൽ അല്ലെങ്കിൽ തുറന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because none of us, we are not supermans. നമ്മൾ ആരും അമാനുഷികമായ ബലമുള്ളവരല്ല. Or Spider-Man. നമ്മൾ ആരും ഈ കഥാപുസ്തകങ്ങളിൽ കാണുന്ന വലിയ കഥാപാത്രങ്ങളെ പോലെ പ്രത്യേക അമാനുഷിക ശക്തിയുള്ളവരൊന്നും അല്ല. We are very ordinary and simple people. നമ്മൾ സാധാരണ വെറും മൺപൊടികളാണ്. And this evening I want to tell to the church that God loves ordinary and simple people. നമ്മളെ പോലെ സാധാരണ വ്യക്തികളെ ദൈവം സ്നേഹിക്കുന്നു, നമ്മളെ അവൻ കരുതുന്നു. As I am talking about intimacy with God, relationship with God, communion with God, the Lord
help me to remember Psalms 23. ഈ കർത്താവുമായിട്ടുള്ള അകമഴിഞ്ഞ ബന്ധം, ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മ, സംസർഗം, ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചപ്പോൾ കർത്താവിന്റെ ഉള്ളിൽ ഓർപ്പിച്ചുണർത്തിയത് നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനം 23 I am not going to give you an exposition from Psalms 23. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വ്യാഖ്യാനമോ ഒരു പ്രസംഗമോ അല്ല ഞാൻ ഇപ്പോൾ നടത്താൻ പോകുന്നത്. But through my message this evening, I want to encourage the church to come into a more deeper and intimate relationship with എന്നാൽ God. ഈ സന്ദേശത്തിന്റെ ഉടനീളം കർത്താവുമായിട്ടൊരു അകമഴിഞ്ഞ ഇണയെടുപ്പമുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു ആഹ്വാനം നൽകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. We all know Psalms 23. It's in our mind. നമുക്കെല്ലാവർക്കും സങ്കീർത്തനം 23 അറിയാതെ നമ്മുടെ മനസ്സിൽ, മസ്തിഷ്കത്തിലുണ്ട്. The Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. He makes me to lie down in green അവൻ pastures. എന്നെ പച്ചയായ പുൽത്തകിടികളിൽ കിടത്തുന്നു. He leads me besides the still waters. സ്വച്ഛ ജലത്തിന്റെ അരികിൽ കൂടി എന്നെ അവൻ നടത്തുന്നു. He restores my soul. അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. He leads me in the paths of righteousness for his name's sake. തന്റെ നാമം നിമിത്തം എന്നെ നീതി മാർഗങ്ങളിൽ കൂടി നടത്തുന്നു. Though I walk through the valley of shadow of death, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും I will not fear any evil. ഒരു അനർത്ഥവും ഞാൻ ഭയക്കുകയില്ല. For you are with me, O my Lord. കർത്താവേ, അങ്ങ് എന്നോട് കൂടെയുണ്ട്. Your rod and your staff, it comforts me. അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. You prepare a table before me in the presence of my enemies. ശത്രുക്കൾ കാണുകെ എന്റെ ശത്രുക്കളുടെ മുൻപാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു. You anoint my head with oil, my cup runs over. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. Surely goodness and mercy shall follow me all the days of my life. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. Very important last verse. അവസാന പദങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം, അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. And I will dwell in the house of my God forever. ഞാൻ എന്റെ യഹോവയുടെ ആലയത്തിൽ നിത്യകാലം വസിക്കും. We know that this Psalms is written by King David. ദാവീദ് രാജാവ് എഴുതിയ എത്രയോ തികവുറ്റ ഒരു സങ്കീർത്തനമാണ്. I love this man of God. ഈ ദൈവമനുഷ്യനെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. A number of times I have told, whenever I preached about David, I told that this man made a mess of his life many a times. പലപ്പോഴും ദാവീദ് എന്ന ഈ കഥാപാത്രത്തെ ഞാൻ പ്രസംഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, തന്റെ ജീവിതത്തെ ആകെ കുഴപ്പത്തിലാക്കിയ ഒരു വ്യക്തിയാണ് ദാവീദ്. Sometimes you would see that he will bring forth a beautiful song. പലപ്പോഴും തന്നെ ഇങ്ങനെ കിടയുറ്റ ഗാനങ്ങൾ, കവിതകൾ രചിക്കുന്നതായി നാം കാണുന്നു. Sometimes you would see that he would be in tears crying before God. പലപ്പോഴും കണ്ണുനീരോടെ ദൈവം മുൻപാകെ അനുദപിക്കുന്ന വ്യക്തിയായി നാം തന്നെ കാണും. Sometimes you would see that he is telling to God, I want to run away and hide somewhere. എനിക്ക് ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഓടി മറയുമെന്ന് പലപ്പോഴും ഈ സങ്കീർത്തനങ്ങളിൽ പറയുന്നത് നാം കണ്ടിട്ടുണ്ട്. Sometimes, like very ordinary person, he would fall into the pit of sin. സാധാരണ മനുഷ്യരെ പോലെ, വെറും മനുഷ്യരെ പോലെ പാപത്തിന്റെ ചതിക്കുഴിയിൽ വീണ് കിടക്കുന്ന ദാവീദിനെയും നാം കാണാറുണ്ട്. But despite of all these things, തന്റെ ജീവിതത്തിലെ ഈ ഉയർച്ച താഴ്ചകളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ, when you read about David, നമ്മൾ ദാവീദിനെ കുറിച്ച് വായിക്കുന്ന ഓരോ സന്ദർഭങ്ങളിൽ, when you study about David, ഈ വ്യക്തിയെ നാം പഠിക്കും തോറും, when you read the Psalms written by David, ഈ ഭക്തൻ എഴുതിയ ഓരോ സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ, for me, I am very much able to relate with the emotional ups and downs this man is going through. ഈ ദൈവമനുഷ്യൻ കടന്നുപോയ ഈ വികാരത്തിന്റെ ഈ വേലിയേറ്റങ്ങളോട് വളരെ അനുകമ്പയും താദാത്മ്യവും എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. When you try to understand this man, ഈ മനുഷ്യനെ നാം മനസ്സിലാക്കുവാൻ when ശ്രമിക്കും, you read the Psalms, ഈ സങ്കീർത്തനം നാം ധ്യാനിക്കുമ്പോൾ, then
you will understand that despite of all the ups and downs in his life, തന്റെ ജീവിതത്തിലുള്ള ഈ ആത്മീയ മാനസിക വേലിയേറ്റങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, despite of all the mess that he made up out of his life many a times, പലപ്പോഴും തന്റെ ജീവിതത്തിൽ താൻ കാണിച്ചു വെച്ച ഈ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും സത്യമായിരിക്കുമ്പോൾ തന്നെ, he was a man who was having a very intimate and personal relationship with God. ദൈവവുമായിട്ട് വ്യക്തിപരമായ ഇണയടുപ്പമുള്ള അകമഴിഞ്ഞ ബന്ധമുള്ള വ്യക്തിയായിരുന്നു ദാവീദ്. Do you know in Psalms 51, if you read, it's such an excellent psalm. 51-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ എത്രയോ തികവുറ്റ ഒരു സങ്കീർത്തനമാണ്. When you read it, you can understand who this man is. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ തന്റെ യഥാർത്ഥമായ ഒരു ഉൾ മനുഷ്യന്റെ ചിത്രം നമുക്ക് കാണാൻ He കഴിയും. says like this, "Oh God, do not take your presence from me because I cannot live without you." നിന്റെ സാന്നിധ്യത്തെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് നിലവിളിക്കുന്ന ഒരു ഭക്തനെ നാം കാണുന്നു. Dear men and women of God who are listening to me this evening, ദൈവദാസീദാസന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ജനമേ, you might be having a very good theological background. നിങ്ങൾക്ക് നല്ലൊരു ദൈവശാസ്ത്ര പശ്ചാത്തലം ഉണ്ടായിരിക്കും. You might be a very talented person. നിങ്ങൾ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. You might be having many things to adorn yourself. നിങ്ങളെ അലങ്കരിക്കുന്ന അലങ്കാരമായി പലതും നിങ്ങളുടെ ജീവിതത്തിൽ കാണും. But this evening, the Spirit of God wants to tell to me and to the church that you cannot enjoy Christian life without the very presence of God. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഓരോരുത്തരോടും എന്നോടും പറയാനുള്ളത്, ഈ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം കൂടാതെ അസംഭവ്യമാണ്. David was the king of Israel. ഇസ്രായേലിന്റെ രാജാവായിരുന്നു ഈ ദാവീദ്. God had lifted to him in such a lofty position. ദൈവം തന്നെ ഇത്രയേറെ ഉയർത്തി. He was a man with authority and power. അധികാരവും ബലവുമുള്ള വ്യക്തിയായിരുന്നു. He was not an ordinary man. He was a big warrior. സാധാരണ വ്യക്തിയല്ലായിരുന്നു, താൻ ഒരു വീരനായിരുന്നു. But despite of all those things, ഈ വലിയ പരാക്രമങ്ങളെല്ലാം തനിക്ക് സ്വയസിദ്ധമായി ഉണ്ടായിട്ട്, all those things that was adorning him, തന്നെ അലങ്കരിച്ച ഈ അലങ്കാരങ്ങളായ വസ്തുതകൾ ഉണ്ടായിരുന്നിട്ടും, he cries like a small child before God. ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്ന ദാവീദിനെ നാം He കാണുന്നു. tells to God, താൻ ദൈവത്തോട് പറയുന്നത്, God, I cannot live without you. നിന്റെ സാന്നിധ്യം കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. I cannot live without you even for a minute. ഒരു നിമിഷം പോലും അങ്ങേ പിരിഞ്ഞ് എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. Do not take your Holy Spirit നിന്റെ from me. പരിശുദ്ധാത്മാവിനെ എന്റെ അടുക്കൽ നിന്ന് എടുത്തു കളയരുത്. Oh, every day I want to enjoy that presence. ഓരോ ദിവസവും അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, അത് ഞാൻ കൊതിക്കുന്നു. Every day I want to talk with you. ഓരോ ദിവസവും അങ്ങുമായി എനിക്ക് സംസാരിക്കണം. Every day I want to listen to your voice. അങ്ങയുടെ ശബ്ദം ഓരോ ദിവസവും എനിക്ക് ശ്രവിക്കണം. Dear church, dear men and women of God, this is what makes our Christian life exciting. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, ഇങ്ങനെയുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവേശം പകരുന്നത്, അതിനെ ആസ്വാദികരമാക്കുന്നത്. All throughout my life, from the day I got saved, ഞാൻ എന്റെ ജീവിതത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ട ആ നാൾ മുതൽ I could understand that I may have many things that I can adorn myself with. എന്നെ അലങ്കരിക്കുവാൻ പലതും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കാം. I might be having many things, എനിക്ക് അഭിമാനിക്കാൻ പല അഭിമാന സ്തംഭങ്ങൾ കാണും. but I cannot compare those things, none of those things, with the presence of God. പക്ഷേ ഈ കാര്യങ്ങളെ ഒന്നും ദൈവ സാന്നിധ്യവുമായി താദാത്മ്യപ്പെടുത്തുവാൻ എനിക്ക് കഴിയില്ല. Oh, a few days being disconnected with this God, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ചില ദിവസങ്ങൾ മാറി നിൽക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോൾ, you feel that you have lost something from your life permanently. ജീവിതത്തിൽ നിന്ന് എന്തോ വലിയ നഷ്ടം സംഭവിച്ചതുപോലെ അനുഭവപ്പെടാൻ കഴിയും. A few days being disconnected with this God, ഈ ചില ദിവസങ്ങൾ ഈ ദൈവ സാന്നിധ്യം വേണ്ട നിലയിൽ അനുഭവിക്കാൻ കഴിയാതെ വന്ന, a few days you would not hear to the voice of God. വേണ്ട നിലയിൽ ദൈവ ശബ്ദത്തിന് കാതോർക്കാൻ കഴിയാത്ത ദിവസങ്ങൾ, You would say to God, I cannot live without you. യഥാർത്ഥ ദൈവവേദൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിച്ചു പറയും, അങ്ങേ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല കർത്താവേ. We may have everything in this world. ഈ ലോകത്തിൽ നമുക്ക് എല്ലാം
എല്ലാം ഉണ്ടായിരിക്കാം. We may have degrees and designations and everything. നമുക്ക് പദവികളും തസ്തികകളും വിദ്യാഭ്യാസവും എല്ലാം അലങ്കാരമായി ഉണ്ടായിരിക്കാം. But what matters in our life is intimacy with our God. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ഈ ഇണയടുപ്പമുള്ള അകമഴിഞ്ഞ ബന്ധമാണ്. Once Nicodemus came to Jesus. ഒരിക്കൽ നിക്കോദിമസ് യേശുവിന്റെ പക്കൽ വന്നു. He was a teacher of law. താൻ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാവായിരുന്നു. He was a master of theology. താൻ വേദശാസ്ത്രത്തിൽ ബിരുദങ്ങൾ നേടിയ വ്യക്തിയായിരുന്നു. He knew everything about law. തനിക്ക് ന്യായപ്രമാണം അതിന്റെ അകം പുറം അരച്ചു കലക്കി കുടിച്ചവനായിരുന്നു. But Jesus said to Nicodemus, യേശു നിക്കോദിമോസിനോട് പറഞ്ഞ ഇതാണ്, that unless and until you are not born from above, നീ ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ, unless and until you are not born from above, ഉയരത്തിൽ നിന്ന് മീതെ ജനിക്കുന്നില്ല എങ്കിൽ, you cannot have a connect with God. ദൈവവുമായിട്ട് ബന്ധം സാധ്യമല്ല. In a very simplified way, വളരെ അതിനെ സരളമായി പറഞ്ഞു, what matters with God? ദൈവത്തിന് കാര്യമായത് എന്താണെന്ന് ചോദിച്ചാൽ, The moment we are born again, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ our spirit is alive. നമ്മുടെ ആത്മമനുഷ്യൻ ജീവൻ പ്രാപിക്കുകയാണ്. We can communicate with God, ആത്മാവാകുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുക. and God can communicate with us. ദൈവത്തിന് നമ്മളോട് ബന്ധപ്പെടാൻ കഴിയുക. You know when God speaks to you. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം. You know when God touches you. ദൈവം സ്പർശിക്കുമ്പോൾ ആ സ്പർശനം തിരിച്ചറിയാൻ കഴിയും. You know the presence of God. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയും. This is what it means when you are born again. അതാണ് വീണ്ടും ജനിക്കുമ്പോൾ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത്. Jesus said to Nicodemus, യേശു നിക്കോദിമോസിനോട് പറഞ്ഞത്, look at the Pharisees. ആ പരീശന്മാരെ നോക്കിയേ. I am imagining like this. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. Look at the Sadducees. ആ സദൂക്യരെ നോക്കിയേ. Look at the teachers of law. ഈ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ധർമ്മോപദേഷ്ടാക്കന്മാരെ നോക്കിയേ. Look at all the scholars. എല്ലാ പാണ്ഡിത്യമുള്ളവരെ നോക്കിയേ. See, they have all the knowledge. അവർക്ക് ലോകത്തിലെ എല്ലാ ജ്ഞാനവും കയ്യിലുണ്ട്. They have the knowledge of the law of God. അവർക്ക് ദൈവിക ന്യായപ്രമാണത്തിന്റെ ജ്ഞാനമുണ്ട്. But they do not know the one who gave the law. ആ ന്യായപ്രമാണം തന്നവനുമായി അവർക്ക് ഒരു ബന്ധവുമില്ല. I hope that you understand what I want to speak. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. Jesus might be telling like this, യേശു ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, my dear friend Nicodemus, സ്നേഹിതാ നിക്കോദിമോസേ, look at the teachers of law. ഈ ന്യായപ്രമാണത്തിന്റെ ഉപദേഷ്ടാക്കന്മാരെ Look at the rabbis. ഈ നേതാക്കന്മാരെ നോക്കിയേ. Look at the Pharisees. ഈ പരീശന്മാരെ നോക്കിയേ. Look at those who are in the synagogue. ഈ പള്ളി പ്രമാണികളെ നോക്കിയേ. Look at them. അവരെ നോക്ക്. They know everything about the law. അവർക്ക് ന്യായപ്രമാണത്തെ കുറിച്ച് എല്ലാം അറിയാം. But see, the lawgiver is standing before them. ന്യായപ്രമാണം നൽകിയ ന്യായപ്രമാണത്തിന്റെ ദാതാവ് മുൻപിൽ നിൽക്കുക. But they are not able to listen to me. എന്റെ വചനങ്ങൾ അവർക്ക് കേൾക്കാൻ They കഴിയും. are not able to see me. അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. They are not able to understand me. എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. They are not able to feel me. എന്നെ അനുഭവിക്കാൻ They കഴിയുന്നില്ല. are not able to experience me. എന്നിൽ നിന്ന് അവര് അനുഭവങ്ങൾ പ്രാപിക്കുന്നില്ല. I was just thinking about the Pentecostal churches. ഞാൻ പെന്തക്കോസ്ത് സഭകളെ കുറിച്ച് ഈ നിമിഷങ്ങളിൽ ചിന്തിക്കുകയാണ്. 100 years. 100 വർഷമായി. 100 years. 100 വർഷമായി. Imagine how that movement began. എങ്ങനെയാണ് ഈ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടെന്ന് ഒന്ന് ഓർക്കണം. Everybody knew their God. എല്ലാവർക്കും അവരുടെ ദൈവത്തെ വ്യക്തിപരമായി അറിയാമായിരുന്നു. They experienced their God. ദൈവത്തെ അനുഭവിച്ച ഒരു കൂട്ടമായിരുന്നു. They had communication with God. ദൈവവുമായിട്ട് സംസർഗമുള്ളവരായിരുന്നു. They saw God coming down. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് They saw God doing unusual things. അസാധാരണമായ നിലയിലുള്ള ദൈവപ്രവൃത്തി കണ്ട ഒരു തലമുറയുണ്ട്. After 100 years, 100 വർഷം കഴിഞ്ഞതിന് ശേഷം, before 100 years, they didn't want anything else in this world. They only wanted God. 100 വർഷങ്ങൾക്ക് മുൻപ് ലോകം വേണ്ട, അതിലൊന്നും വേണ്ടെന്ന് അവർ പാടി. They left everything for God. ക്രിസ്തുവിന് വേണ്ടി എല്ലാം അവർ നഷ്ടമാക്കി. But after 100 years, 100 വർഷം കഴിഞ്ഞ് പിന്നിട്ട് നിൽക്കുമ്പോൾ, we are running for recognition. നമ്മൾ അംഗീകാരത്തിന് വേണ്ടി പരക്കം പായുകയാണ്. We are running for acceptance. നമ്മൾ
മറ്റുള്ളവരുടെ ശുപാർശയ്ക്ക് വേണ്ടി ഓടുകയാണ്. We want the world to accept us. ലോകം നമ്മളെ ഇരുകയും നീട്ടി സ്വീകരിക്കുവാൻ കൊതിക്കുകയാണ്. We want the world to recognize us. ലോകം ഞങ്ങളെ തിരിച്ചറിയട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. How many of us know that it is diametrically against the scriptures or the concept of the word of God? ദൈവവചനത്തിന്റെ ആശയത്തോട് ഘടകവിരുദ്ധമായി കിടക്കുന്നു നമ്മുടെ അഭിലാഷങ്ങൾ. If we have relationship with God, ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, if we have communion with God, ഇങ്ങനെ അകമഴിഞ്ഞൊരു ബന്ധം കർത്താവുമായിട്ടുണ്ടെങ്കിൽ, if we have intimacy with God, ഇങ്ങനെ ഒരു ഇണയടുപ്പം ഉണ്ടെങ്കിൽ, then the world will never accept us. ലോകം നമ്മളെ സ്വീകരിക്കത്തില്ല. The world cannot recognize us. ലോകം നമ്മളെ തിരിച്ചറിയത്തില്ല. The world cannot understand us. ലോകം നമ്മളെ തീർച്ചയായും മനസ്സിലാക്കത്തില്ല. When David danced before the ark of the covenant, ദൈവത്തിന്റെ ആ നിയമപ്പെട്ടകത്തിന് മുൻപാകെ ദാവീദ് നൃത്തം ചെയ്തപ്പോൾ David knew one thing. ദാവീദിന് ഒരു കാര്യം അറിയാം. The presence of God dwells there. അവിടെ ദൈവ സാന്നിധ്യം തളം കെട്ടി നിൽക്കുക. See, David knew the presence of God. ദാവീദിന് ദൈവ സാന്നിധ്യത്തെ കുറിച്ചൊരു നേരായ തിരിച്ചറിവുണ്ടായി. He had experienced the presence of God. ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചവനാണ്. He had heard the voice of God. ദൈവ ശബ്ദം കേട്ടവനാണ്. He used to have communication with God. ദൈവവുമായിട്ട് സംസർഗമുള്ള വ്യക്തിയായിരുന്നു. He knew the presence of God dwelt there. ദൈവ സാന്നിധ്യമാണ് ഈ പെട്ടകത്തിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. Though he was a king, ഞാനൊരു രാജാവായിരുന്നു. he started dancing in the presence of God. ദൈവ സാന്നിധ്യത്തെ ആസ്വദിച്ചുകൊണ്ട് താൻ നൃത്തം ചെയ്യുകയാണ്. The people who saw him, തന്നെ നോക്കിയ ജനം, they said like this, ഇങ്ങനെ പറഞ്ഞു, oh, he is a king, അവനൊരു രാജാവല്ലേ, but he is behaving like an ordinary man. അവൻ സാധാരണ മനുഷ്യരെ പോലെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? The world cannot recognize us. ലോകത്തിന് ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവന്റെ പ്രവണതകളെ, നിലപാടുകളെ തിരിച്ചറിയാൻ The കഴിയത്തില്ല. world cannot understand us. നമ്മളെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. When the Holy Spirit descended on the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ they started speaking in unknown tongues. അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. The people who looked at them, അവരെ നോക്കിയിരുന്ന ജനം, the people who saw them, അവരെ തുറിച്ചു നോക്കിയ ആ സമൂഹം, they could not understand that. അവർക്കത് മനസ്സിലായില്ല. They could not grasp it. അതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. They said that they are out of their mind. ഇവര് താളം തെറ്റിയവരാന്ന് അവർ പറഞ്ഞു. Dear men and women of God, ദൈവദാസിദാസന്മാരെ, if you are not having an intimate personal relationship with God, ദൈവവുമായിട്ട് വ്യക്തിപരമായ ഇണയടുപ്പമുള്ള ഒരു ബന്ധം നമുക്കില്ലെങ്കിൽ, you are missing everything. നിങ്ങൾക്ക് എല്ലാം നഷ്ടമായിരിക്കുക. I can memorize the entire Bible. ഈ തിരുവെടുത്ത് മൊത്തം കാണാപ്പാഠം എനിക്ക് പറയാൻ കഴിയും. I can win all the quiz competition. എല്ലാ താലന്ത് മത്സരങ്ങൾ എനിക്ക് ജയിക്കാം. I can do hundreds of debates. എനിക്ക് നൂറുകണക്കിന് സംവാദങ്ങൾ നടത്താം. But if I do not know my God, എനിക്ക് എന്റെ ദൈവത്തെ വ്യക്തിപരമായി അറിയത്തില്ലെങ്കിൽ, then everything is zero. മറ്റെല്ലാം വെറും ശൂന്യമാണ്. How I would like to explain this thing more and more. ഇതിനെ അല്പം കൂടി വിശാലമായി ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കുവാൻ താല്പര്യപ്പെടുകയാണ്. The last verse here, David says, ഈ അവസാന വാക്യത്തിൽ ദാവീദ് എന്താ പറയുന്നത്? and I will dwell in the presence of my God forever. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം അല്ലെങ്കിൽ നിത്യകാലം വസിക്കും. Despite of every goodness of this world around him, തന്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിന്റെ നന്മകൾ ഉണ്ടായിട്ട്, we can understand that this man enjoyed his intimacy with God. താൻ ഈ നന്മകളുടെ പിന്നാലെയല്ലായിരുന്നു, ഈ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയാണ് താൻ ആസ്വദിച്ചത്. And even he looked at the eternity. താൻ നിത്യതയെ കണ്ടുകൊണ്ടാണ് അവള് ഈ ഗാനം ആലപിക്കുന്നത്. And he said that one day I will go here. ഞാൻ ഒരു കാലം ഒരു നാൾ അവിടെ പോകും. One day I will leave this temporary tent. ഈ താൽക്കാലികമായ ജീവിതാനുഭവങ്ങളെ വിട്ട് ഞാൻ നിത്യകാലം ദൈവസന്നിധിയിൽ പോകും. And I will be
in the presence of God forever. ഞാൻ ദൈവ സാന്നിധ്യത്തിൽ നിത്യകാലം വസിക്കും. If you read Psalms 27 verses 4, 27-ാം സങ്കീർത്തനം 4-ാം വാക്യം ഇതിനോട് ചേർത്ത് നാം വായിക്കുമ്പോൾ David says like this, ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, one thing, only one thing I have desired of the Lord, ഒന്ന് മാത്രം ഞാൻ കർത്താവിനോട് ആഗ്രഹിക്കുന്നു, that will I seek always, ഞാൻ അത് മാത്രം അന്വേഷിക്കുന്നു, that I may dwell in the house of the Lord തന്റെ ആലയത്തിൽ വസിപ്പാനും. all the days of my life, തന്റെ മനോഹരത്വം കണ്ടുകൊണ്ട് ആലയത്തിൽ നീ എന്റെ ജീവകാലം ഒക്കെയും പാർക്കുക, to behold the beauty of my God, എന്റെ കർത്താവിന്റെ മനോഹരത്വം എനിക്ക് കാണണം, and to inquire in his temple, തന്റെ ആലയത്തിൽ എനിക്ക് എന്നും പാർക്കണം. to dwell in the house of God means, ദൈവ സാന്നിധ്യത്തിൽ നിരന്തരം വസിക്കണം. it means to have a very intimate and personal relationship with God. ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ വളരെ അടുപ്പമുള്ള ഒരു കൂട്ടായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. If you have read Psalms 84, 84-ാം സങ്കീർത്തനം നാം വായിച്ചിട്ടുണ്ട്. this is a psalm written by the sons of Korah. ഓരോ പുത്രന്മാർ എഴുതിയ ഒരു സങ്കീർത്തനമാണ് നമുക്കറിയാം. They say like this, ഇങ്ങനെയാണ് പറയുന്നത്, how lovely is your tabernacle, നിന്റെ പ്രാകാരങ്ങൾ എത്രയോ മനോഹരമാണ്, my soul longs, as even faints for the courts of the Lord. നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുകയാണ് ഞങ്ങൾ. My heart and my flesh, it cries out to the living God. ഹൃദയവും ജഡവും ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിലവിളിക്കുന്നു. He is feeling envious about the sparrow that can come and go at any time. കുഴിയിൽ ഒരു കൂടും ഈവൽ പക്ഷി തനിക്ക് ഒരു പ്രത്യേക വാസസ്ഥലം കണ്ടെത്തി ഈ ആലയത്തിൽ അവരുടെ അനുഭവത്തെ കണ്ടെത്താൻ അസൂയപ്പെടുകയാണ്. He tells that even the sparrow has found a home, and the swallow a nest for herself, where she may lay her young, even your altars, O Lord of hosts, my King and my God. കുഴിയിൽ ഒരു കൂട് കണ്ടെത്തി നിന്റെ പ്രാകാരങ്ങൾ തന്നെ ആയിരിക്കുന്നു. ആ പ്രാകാരത്തിൽ ജീവിക്കുന്ന അനുഭവം കണ്ട് താൻ അസൂയപ്പെട്ട് പറയുകയാണ്, കർത്താവേ ഞാൻ അത് ആഗ്രഹിക്കുന്നു. This man of God is feeling envious about the birds. ആ കുരുകിലിനെ കണ്ട് താൻ അസൂയപ്പെടുകയാണ്. When he looks at that bird, ആ കുരുകിലിനെ നോക്കുമ്പോൾ he sees that any time it can come and any time it can go. ഏത് സമയത്തും പ്രാകാരത്തിൽ വരാം, ഏത് സമയവും ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പോകാം. He is longing to come into the presence of ആ God. കുരുകിലിനെ പോലെ നിത്യമായി ആ പ്രാകാരത്തിൽ വസിക്കാൻ കഴിയുമോ എന്ന് താൻ കൊതിക്കുകയാണ്. Where God dwells, ദൈവം വസിക്കുന്ന ഇടം, where God talks, ദൈവം ഇടപെടുന്ന ഇടം, where you feel the presence of the living God. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടം. David says, ദാവീദ് ഇങ്ങനെയാ പറയുന്നത്, O God, കർത്താവേ I will dwell in the house of the Lord forever. നിന്റെ ആലയത്തിൽ ഞാൻ നിത്യകാലം വസിക്കും. I was just thinking about this again and again. ഈ അവസാന വാക്യം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു, എന്നെ സ്പർശിച്ചു. Even when I was sleeping at late nights, this was coming into my mind. ഞാൻ ഉറങ്ങുമ്പോഴും ഈ വചനം എന്റെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was just thinking how to explain these things in a more better way. എങ്ങനെ അല്പം കൂടെ നന്നായി നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. Being a government servant, I took an analogy from there. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവിടെ നിന്ന് ഒരു ഉപമാനം എടുക്കട്ടെ. Suppose a very high dignitary comes to the state of Kerala. കേരളത്തിൽ ഒരു ഉന്നത തലത്തിലുള്ള ഒരു അഭിമാന്യനായ ഗവൺമെന്റിലെ വ്യക്തി വന്നെന്നിരിക്കട്ടെ. Then say somebody from our department, finance. ഞങ്ങളുടെ ഫൈനാൻസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളെ നിങ്ങൾ മനസ്സിൽ കാണുക. Immediately the message comes, and then we are all on our toes to, as per the protocol, to make all the arrangements. ഈ വ്യക്തി ഫിനാൻസ് എന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഈ ഉന്നതതല ഉദ്യോഗസ്ഥനെ സ്വീകരിക്കുവാൻ, തന്നെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ എല്ലാവരും തിടുക്കത്തിലായിത്തീരും. There are hundreds of things to be looked after, നൂറുകണക്കിന് കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയേ മതിയാവും. and we have to be very, very perfect. ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠതയുള്ളവരായി തീരണം. There would be people who would escort. ആ വ്യക്തിയുടെ കൂടെ വരുവാൻ ജനമുണ്ട്. There would be people who would be in the reception committee. തന്നെ സ്വീകരിക്കുന്ന ആ പ്രത്യേക സംഘത്തിലുള്ളവരുണ്ട്. There would be people who would check the hotels and see everything is okay, security, everything is ready. താൻ താമസിക്കുന്ന ഹോട്ടലും തന്റെ സുരക്ഷാ കാവൽക്കാരും എല്ലാം വീക്ഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്. There would be people who would be looking after the official matters
matters that the dignitary is going to address. ഈ വലിയ വ്യക്തി ചെയ്യാൻ പോകുന്ന ഔദ്യോഗിക കാര്യങ്ങളുടെ ക്രമത്തെ പറ്റി അന്വേഷിക്കുന്നവരുണ്ട്. Say for example, I am also one among them who is going to make the arrangements for this dignitary. ഈ വലിയ ഉന്നത തല ഉദ്യോഗസ്ഥനെ സ്വീകരിക്കുവാനും തന്നെ ഇവിടെ പാർപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ടെന്ന് ചിന്തിക്കട്ടെ. Say for example, I am given the important work of arranging all the official matters, statistics and everything for this dignitary to address. ഈ ഔദ്യോഗികപരമായി ഈ വ്യക്തി കൈകാര്യം ചെയ്യാനുള്ള ഔദ്യോഗികപരമായ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ എന്നെ ഏൽപ്പിച്ചെന്നിരിക്കട്ടെ. The moment I will get the assignment, butterflies will start running in my stomach. കിട്ടുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ പല ആശങ്കകൾ വരാനിടയായി. Anxiety would come. ഞാൻ വളരെ ഉത്കണ്ഠയുള്ളവനായി. Stress would come. ഞാൻ വളരെ ചിന്താക്കുഴപ്പത്തിലാകാൻ. Because I am afraid if anything goes wrong, then the image of department will go and I am going to get good firing. ഞാൻ എന്തെങ്കിലും വളരെ ക്രമക്കേടിൽ ചെയ്താൽ അതിൽ ഒരു കൃത്യനിഷ്ഠതയില്ലെങ്കിൽ എനിക്ക് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. The moment I get that assignment, the first thing that would come to my mind, oh, am I the only person to do this? Oh, leave എടുത്തങ്ങ് പോയാൽ മതിയായിരുന്നു. Many times I think I should not do this. ഞാൻ ആ ലീവ് എടുത്ത് പോയാൽ മതി എന്ന് ചിന്തിക്കും. I would not enjoy because it's very tense, very sensitive type of work. വളരെ സംഘർഷം നിറഞ്ഞൊരു ജോലി ആയതുകൊണ്ട് എനിക്ക് അതിലൊരു ആസ്വാദ്യമില്ല. But since there is no escape, very sincerely I will do it. എനിക്ക് മറ്റൊരു പോംവഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാറുണ്ട്. Now suppose all the programs, everything is over and the dignitary goes back to Delhi. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഉന്നതതല ഉദ്യോഗസ്ഥൻ മടങ്ങി പോവാന്നിരിക്കട്ടെ. One day it so happens, ഒരിക്കൽ ഇങ്ങനെ സംഭവിക്കുക, I meet this dignitary on the airport. ഞാൻ എയർപോർട്ടിൽ ആ വ്യക്തിയെ കണ്ടെന്നിരിക്കട്ടെ. I know him, എനിക്ക് തന്നെ അറിയാം, or her, അവരെ അറിയാം. but will that dignitary recognize me? ആ വ്യക്തി എന്നെ തിരിച്ചറിയുമോ? He or she does not know who I am. ഞാൻ ആരാണെന്ന് ഉന്നതതല ഉദ്യോഗസ്ഥന് അറിയത്തേയില്ല. If I go and try to approach that person, then the security would push me back. ഞാൻ മറ്റൊരിടത്ത് ഈ വ്യക്തിയെ കാണുമ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് പോയി കണ്ട് സംസാരിക്കാമെന്ന് ചിന്തിച്ചാൽ തന്റെ കാവൽ ഭടന്മാർ എന്നെ തള്ളിവിടും. I will not have an access to this dignitary. ആ വ്യക്തിയുടെ അടുത്ത് ഒരു സമീപനം എനിക്ക് സാധ്യമല്ല. Despite of the fact that I did everything very sincerely. ഞാൻ വളരെ ആത്മാർത്ഥമായി താൻ പണ്ട് ഞാൻ ജോലി ചെയ്ത ഇടത്ത് വന്നപ്പോൾ എല്ലാം നന്നായി ചെയ്തെന്നിരിക്കട്ടെ, എന്നാൽ പോലും ആ വ്യക്തിയുമായിട്ട് എനിക്ക് സ്വീകരണം. I made his or her program a big success. താൻ ചെയ്ത ഈ പരിപാടി ഒരു വൻ വിജയമാക്കി മാറ്റിയത് ഞാനാ. But despite of that, ഇതെല്ലാം ചെയ്തിട്ടും I don't have a personal relationship with him or her. ആ വ്യക്തിയുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമില്ലല്ലോ. So I cannot connect with her. ആ വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിയത്തില്ല. Neither that person can connect with me. ആ വ്യക്തിക്ക് എന്നെ അറിയത്തുമില്ല. Now suppose, let us take another analogy. നമ്മൾ മറ്റൊരു ഉദാഹരണം എടുത്ത് ചിന്തിക്കാം. One day a message comes to the office. ഒരിക്കൽ ഓഫീസിൽ ഒരു മെസ്സേജ് വരുന്നിരിക്കും. The message is in my personal name. അതെന്റെ വ്യക്തിപരമായ പേരിൽ വന്ന ഒരു സന്ദേശമാണ്. It tells like this. അതിങ്ങനെയാണ് പറയുന്നത്. Dear Matthews, മാത്യൂസ് എന്ന് പറയുന്ന താങ്കൾ, such person, a very high dignitary from Delhi, is coming to Kerala. ഡൽഹിയിൽ നിന്ന് ഒരു ഉന്നതതല ഉദ്യോഗസ്ഥൻ ഇവിടെ വരുന്നുണ്ട്. And he will be visiting your house. താൻ തന്റെ ഭവനത്തെ സന്ദർശിക്കാൻ പോകുകയാണ്. He will be having a personal time with you. താങ്കളോട് കൂടെ വ്യക്തിപരമായ സമയം ചെലവഴിക്കാൻ പോകുകയാണ്. He or she will be having a lunch or a dinner with you. താങ്കളുടെ ഭവനത്തിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം താൻ കഴിക്കും. The moment I received that message, ആ സന്ദേശം ലഭിക്കുമ്പോൾ I am excited. ഞാൻ അതിൽ ആവേശഭരിതനാണ്. A new life comes into me. എന്നിൽ ഒരു ഉത്തേജനവും ജീവനും വരികയാണ്. Remember previously when I was given the assignment, മുമ്പ് എനിക്ക് ഒരു ദൗത്യം കിട്ടിയപ്പോൾ I cursed myself. ഞാൻ എന്നെ തന്നെ ശപിച്ചു. I said that, oh, it is very difficult, it's burdensome, I cannot do it. അതൊരു ഭാരമാണ്, എനിക്കത് ചെയ്യാൻ വയ്യെന്ന് ഞാൻ ചിന്തിച്ചു പോയി. I was anxious and stressed out. ഞാൻ വളരെ ചിന്താകുലനായി, ഞാൻ സംഘർഷത്തിലായി പോയി. But now this message in my personal name that tells that this dignitary is going to visit my house. പക്ഷേ എന്റെ പേരിൽ വന്ന ഈ വ്യക്തിപരമായ സന്ദേശം പറയുന്നത് ഈ
മഹാനായ വ്യക്തി എന്നെ സന്ദർശിക്കുകയാണ്. He is going to come to my house. എന്റെ ഭവനത്തിൽ വരാൻ പോകുകയാണ്. He is going to have a very personal time with me. വ്യക്തിപരമായ സമയം എന്നോട് ചെലവഴിക്കാൻ പോകുകയാണ്. From the moment I received that message, I am excited. ഈ സന്ദേശം കിട്ടുന്ന ആദ്യ നിമിഷം മുതൽ ഞാൻ ആവേശഭരിതനായിത്തീരുകയാണ്. Immediately I would call up my wife. ഞാൻ എന്റെ ഭാര്യയെ വിളിക്കും. Do you know? നിനക്കറിയാമോ? Then my wife would say, what's the thing? Why you are so excited? എന്താണ് ഇത്ര ആവേശത്തോടെ ഇത്ര കൗതുകത്തോടെ പറയുന്നത്? I will tell the so and so person from Delhi, he will be visiting our house. ആ ഡൽഹിയിൽ നിന്നുള്ള ആ വലിയ ഉന്നതതല വ്യക്തി നമ്മളെ സന്ദർശിക്കാൻ പോകുകയാണ്. I will start doing the preparation. അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ സ്വതവേ ചെയ്യും. There is joy in my heart. ഞാൻ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. I feel excited. അതിൽ എനിക്കൊരു ആവേശമുണ്ട്. That I will go to shop. ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പോകും. I will be purchasing very costly things to invite this dignitary. ഞാൻ വിലപിടിപ്പുള്ള കാര്യങ്ങളെ വാങ്ങിക്കൊണ്ട് ഈ വ്യക്തിയെ സൽക്കരിക്കുവാനുള്ള തത്രപ്പാടിലായി. It's like a dream coming true for me. എനിക്കൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കരണം പോലെയാണത്. Now that day would come. ആ ദിവസം വന്നെന്നിരിക്കട്ടെ. I will invite that dignitary. ആ വ്യക്തിയെ ഞാൻ സ്വീകരിക്കാൻ. I will have a personal time with him or ആ her. വ്യക്തിയുമായിട്ട് ഒരു വ്യക്തിപരമായ സമയം ഞാൻ ചിലവഴിക്കും. After that he would go back to Delhi. ആ വ്യക്തി മടങ്ങി ഡൽഹിയിൽ പോകും. Before going back, ഞാൻ മടങ്ങി പോകുന്നതിന് മുൻപ് he tells to me like this. എന്നോട് ഇങ്ങനെ പറയുകയാണ്. Matthews, take my personal mobile number. മാത്യൂസ്, ഇതാണ് എന്റെ വ്യക്തിപരമായ മൊബൈൽ നമ്പർ. I have not given this to anybody else. ആർക്കും കൊടുത്തിട്ടില്ല. But I have given this to you. ഞാൻ നിനക്ക് മാത്രം തരികയാണ്. Not because you are somebody great. നീ വലിയൊരാളായിട്ടല്ല. But I like you. എനിക്ക് താങ്കളെ ഇഷ്ടമാണ്. But I love you. എനിക്ക് താങ്കളെ സ്നേഹമാണ്. I enjoyed your company. നിന്നോടുള്ള ഈ സംസർഗം എനിക്ക് ഇഷ്ടമായി. So this is my personal mobile number. ഇതാണ് എന്റെ വ്യക്തിപരമായ മൊബൈൽ നമ്പർ. Any problem you have, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, anything, എന്തുണ്ടെങ്കിലും just ring that mobile number. എന്നെ വിളിച്ചാൽ മതി. I will attend to that. ഞാൻ ആ ഫോൺ എടുക്കും. Do not worry about anything. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. Do not be anxious. ഒന്നിനെക്കുറിച്ചും വിഷമിക്കണ്ട. Do not be stressed out. ഒന്നിനെക്കുറിച്ചും സംഘർഷം വേണ്ട. I am there for you. ഞാൻ നിനക്കായി ഉണ്ട്. I hope you are getting my message. ഞാൻ പറയുന്ന സന്ദേശത്തിന്റെ ഉള്ളടക്കം ഈ ഉദാഹരണങ്ങളിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. In the Old Testament, പഴയ നിയമത്തിൽ God gave the law. അവർക്ക് ഒരു ന്യായപ്രമാണം കർത്താവ് കൊടുത്തു. There were so many do's and don'ts. പല അരുതുകൾ, പല ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ടായി. There were so many conduct rules. പല ജീവിത ശൈലിക്ക് ഉദാത്തമായ മാതൃകകൾ അതിലുണ്ടായിരുന്നു. Man made efforts to accomplish this law and to please God. ന്യായപ്രമാണത്തെ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അന്നുള്ള യഹൂദന്മാർ ആവോളം പരിശ്രമിച്ചു. Nobody succeeded in that. ആർക്കും അത് കഴിഞ്ഞില്ല. Nobody on the face of the universe. ഒരു മനുഷ്യനും ഈ ഭൂപരത്തിലുള്ള ഒരു മനുഷ്യനും സാധിച്ചില്ല. The law of God is holy. ദൈവത്തിന്റെ ന്യായപ്രമാണം പരിശുദ്ധമാണ്. The law of God is pure. ദൈവത്തിന്റെ ന്യായപ്രമാണം അത് നിർമ്മലമാണ്. But I am a fallen man. ഞാൻ വീഴ്ചയ്ക്ക് സംഗതിയുള്ള മനുഷ്യൻ. With my weak flesh. എന്റെ ഈ ബലഹീന ജഡമയത്വത്തിൽ It is very difficult for me to rise up to that standard and to accomplish it. ഈ ദൈവിക മാനദണ്ഡത്തോളം ഉയരുവാൻ എനിക്ക് അസാധ്യമാണ്. The moment I see these do's and don'ts, ന്യായപ്രമാണത്തിന്റെ ഓരോ പട്ടികകളും ഞാൻ കാണുമ്പോൾ anxiety starts coming. എന്നിൽ വലിയൊരു സംഘർഷമാണ്. Stress starts coming. ഞാൻ വലിയ ആശയക്കുഴപ്പത്തിലാണ്. Over a period of time, ഒരു കാലഘട്ടം കഴിയുമ്പോൾ I would become like one of the Pharisees. പരീക്ഷനെ പോലെ ഞാനായി മാറുകയും I would become like one of the teachers of law at the time of Jesus. യേശുവിന്റെ കാലത്ത് ജീവിച്ച ഈ മതപ്രമാണികളെ പോലെ ഞാൻ ഒന്നായി മാറുകയും Because nobody can fulfill the law. ഈ ന്യായപ്രമാണത്തെ ഒരു മനുഷ്യനും ഒരിക്കലും നിവർത്തിക്കാൻ കഴിയില്ല. Dear men and women of God, ദൈവദാസിദാസന്മാരെ, Jesus the Son of God, ദൈവപുത്രനായ യേശു ക്രിസ്തു, or God himself, ദൈവം മനുഷ്യനായി മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ടവൻ, came on this earth ഈ ഭൂമിയിൽ വന്ന് just like that dignitary, ആ വലിയ മനുഷ്യനെ പോലെ, just like that message that one day I received in that example. ആ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞ ആ വ്യക്തിപരമായ സന്ദേശം ഞാൻ കൈപ്പറ്റിയതുപോലെ The prophets
hundreds of years before, they cried out, shouted at the top of the voice. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പ്രവാചക ശബ്ദങ്ങൾ ഇങ്ങനെ നിലവിളിച്ചു മുഴക്കി വിളിച്ചു പറഞ്ഞു, The Son of God will come. ദൈവപുത്രൻ മനുഷ്യനായി തീരും. God will come in midst of people. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കും. He will dwell among the people. അവരുടെ നടുവിൽ അവൻ കൂടാരം അടിച്ചു വാർക്കും. He will talk with them. അവൻ അവരോട് സംസാരിക്കും. He will touch them. അവൻ അവരെ സ്പർശിക്കും. The people will touch them. ആ ജനം അവനെ തൊട്ടറിയും. They will experience them. ആ യേശുവിനെ അവൻ അനുഭവിച്ചറിയും. In the Gospel of John, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ John writes it in a beautiful way. വളരെ മനോഹരമായത് നൽകുന്നു. The one who created the heaven, ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവൻ, the one who made everything, എല്ലാത്തിനെയും ഉണ്മയാ ഒറ്റ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തി, the one who is God. ദൈവമായിരുന്നവൻ, This God became flesh ഈ ദൈവം മനുഷ്യനായി തീർന്നു, and dwelt among us. നമ്മുടെ നടുവിൽ പാർത്തു. Oh, I am excited. ഞാൻ അതിൽ ആവേശം കൊള്ളുന്നു. I feel a heavy presence of God upon me. സാന്നിധ്യം ഞാൻ ഈ നിമിഷം അനുഭവിക്കുന്നു. I am excited. ഈ വചനം പറയുമ്പോൾ എന്റെ ഉള്ളം സന്തോഷത്താൽ നിറയും. God came down. ദൈവം ഇറങ്ങി വന്നു. He removed the lawyer. എല്ലാ തടസ്സങ്ങളെയും താൻ നീക്കി. Look at the cross. ക്രൂശിലേക്ക് നോക്കിയേ. Look at the cross. ക്രൂശിലേക്ക് നോക്കിയേ. When he died on the cross, അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ he crucified the lawyer. ആ ന്യായപ്രമാണത്തിൽ എനിക്കെതിരായുള്ള കയ്യെഴുത്തിനെ താൻ അതിന്മേൽ തറച്ചു. To set you free. ആ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ To set me free. ആ ന്യായപ്രമാണത്തിന്റെ ശാപമായതിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ. The Bible says like this. ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്. If you would turn with me, എന്നോടുകൂടെ നിങ്ങൾ താളുകൾ തിരിച്ചാൽ, the book of Hebrews, എബ്രായ ലേഖനം chapter 10, 10-ാം അധ്യായം, it tells like this. ഇങ്ങനെയാണ് പറയുന്നത്. Therefore, brethren, സഹോദരന്മാരെ, I would like to read from even further ahead. പുറകോട്ടുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. It tells like this. ഇങ്ങനെയാണ് പറയുന്നത്. And every priest stands ministering daily and offering repeatedly the same sacrifices which can never take away sins. 11-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്. പാപങ്ങളെ മോചിക്കാൻ കഴിയാത്ത യാഗങ്ങൾ ദിനംപ്രതിയായി ആണ്ടുതോറും പുരോഹിതന്മാർ നിവർത്തിക്കുകയാണ്. Every time the people would go and make an offering, എല്ലായ്പ്പോഴും ഈ ജനം പോയി യാഗമർപ്പിക്കും. they make a sacrifice, അവർ യാഗമർപ്പിച്ച് അവരുടെ അനുഷ്ഠാനങ്ങൾ ചെയ്യും. but the guilt is not gone. പക്ഷേ പാപത്തിന്റെ ആ പ്രായശ്ചിത്തം അവിടെ നടക്കുന്നില്ല. കുറ്റബോധം, പാപബോധം നിലനിൽക്കും. Year after year they would repeat the same thing. ആണ്ടുതോറും ഈ യാഗങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ പാപത്തിനൊരു പരിഹാരം നടക്കുന്നില്ല. It shows that the consciousness of sin still remains. പാപത്തിന്റെ ആ അഗാധമായ കുറ്റബോധം, കുറ്റപ്പെടുത്തൽ നിലനിൽക്കുകയാണ്. But the Bible says, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, this man, ഈ മനുഷ്യൻ after he had offered one sacrifice പാപത്തിനു വേണ്ടി ഒരിക്കൽ യാഗമായി തീർന്ന ശേഷം, for sins forever, എന്നേക്കുമായി ഒരിക്കലായി യാഗമായി തീർന്നതിനു ശേഷം, sat down at the right hand of God. പിതാവിന്റെ വലത്ത് ഭാഗത്ത് താൻ ഇരുന്നു. From that time waiting till his enemies are made his footstool. ശത്രുക്കളെ പാദപീഠയാക്കുവോളം അവൻ പിതാവിന്റെ വലഭാഗത്ത് Verse 14 says like this. 14-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. For by one offering ഒരു യാഗത്താൽ he has perfected forever എന്നേക്കുമായി വിശുദ്ധീകരിക്കുകയാണ്. those who are being sanctified. വിശുദ്ധീകരിക്കപ്പെടുന്നവരെ എന്നേക്കുമായി പൂർണ്ണരാക്കുകയാണ്. Then in verse 16 it says, 14-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. this is the covenant that I will make with them. അവരോട് ഞാൻ ചെയ്യാൻ പോകുന്ന ഉടമ്പടി വണ്ണമാണ്. After those days says the Lord, നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെയാണ്, I will put my laws into their hearts എന്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും, and in their minds അവരുടെ മനസ്സിലാക്കും. I will write them. അവരുടെ ഹൃദയത്തിന്റെ മാംസപലകകളിൽ എഴുതും. It will no longer be on the stone, അതൊരിക്കലും കല്ലിൽ
കൊത്തിയൊരു ന്യായപ്രമാണമല്ല. It will no longer be in the book. അതൊരിക്കലും പുസ്തകത്തിന്റെ ചുരുളിലുള്ള ഒരു ന്യായപ്രമാണമല്ല. But God says, ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, I will transform people. ആ ജനത്തെ ഞാൻ രൂപാന്തരീകരിക്കും. I will change their heart. മാറ്റും. I will give them the heart of flesh. ഒരു മാംസളമായ ഹൃദയം ഞാൻ കൊടുക്കും. I will write my law in their heart. അവരുടെ ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണം ഞാൻ എഴുതും. Then it says like this, ഇങ്ങനെയാണ് പറയുന്നത്, their sins and their lawless deeds I will remember no more. അവരുടെ പാപങ്ങളെയും അതിക്രമങ്ങളെയും ഞാൻ പിന്നീട് ഓർക്കയില്ല. Verse 19, 19-ാം വാക്യം, therefore brethren, സഹോദരന്മാരെ, having boldness, ഇങ്ങനെ പ്രാഗൽഭ്യമുള്ളത് കൊണ്ട് there is no fear now, ഇനി ഒരു ഭയവുമില്ല, there is no guilt now, ഇനി ഒരു കുറ്റബോധത്തിന് there is no condemnation now, ശിക്ഷാവിധിയില്ല, there is no judgment now. ഇനിയും ഒരു ശിക്ഷാവിധിക്ക് സ്ഥാനമില്ല. The Bible says, വചനം ഇങ്ങനെ പറയുന്നു, brethren, സഹോദരന്മാരെ, having boldness ഈ പ്രാഗൽഭ്യമുള്ളത് കൊണ്ട് to enter the holiest. ആ പരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം. There was a time ഒരു സമയമുണ്ടായിരുന്നു when nobody could enter there. ആർക്കും ആ പരിശുദ്ധ സ്ഥലത്ത് കടക്കാൻ കഴിയത്തില്ല. That was the place where the presence of God dwelt. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്ന ഇടം. Only once in a year വർഷത്തിൽ ഒരിക്കൽ മാത്രം the chief priest would enter that place. പുരോഹിതൻ കടന്ന് That also with the blood. ആ രക്തമായിട്ട് പോകുക. Dear men and women of God, ദൈവദാസീദാസന്മാർ, aren't you excited this evening? ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയുന്നില്ലേ? Every time I read this verse, ഈ വാക്യം വായിക്കുന്ന ഓരോ പ്രാവശ്യവും I am excited to know this God. ഈ ദൈവത്തെ അറിയുവാൻ ഞാൻ അത്ര ആനന്ദിക്കുന്നു. Because the Bible says, വചനം ഇങ്ങനെ പറയുന്നു, once I had no boldness, എനിക്ക് ഒരു പ്രാഗൽഭ്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. I lived under the shadow of death. മരണ നിഴലിൽ ജീവിച്ച ഒരു കാലം. I had no hope. എനിക്ക് പ്രത്യാശ അറ്റ ഒരു കാലം. There was nobody who could help me. എന്നെ സഹായിക്കാൻ ആർക്കും കഴിയാത്ത ഒരു കാലം. I was in the bottomless pit. ആ ഗാധ കൂപത്തിൽ ഞാനായിരുന്നു. But God came down. ദൈവം ഇറങ്ങി വന്നു. He established a connect with me. എന്നോട് ബന്ധം താൻ കാൽവറിയിൽ സ്ഥാപിച്ചു. Through the cross, ക്രൂശിൽ കൂടി He reconciled me with Him. എന്നെ തന്നോട് നിരപ്പിച്ചു. Then He gave me the permission. താൻ എനിക്ക് അവകാശം തന്നു. He gave me the right. എനിക്ക് പദവി തന്നു. He gave me the inheritance എനിക്ക് അവകാശമായി ആ പ്രവേശനം തന്നു. to enter into the holiest place. ആ പരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം. Praise the Lord. ഹല്ലേലൂയ. Into the presence of God, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് where I can go. എനിക്ക് പോകാം. And the moment I go there, ഞാൻ അവിടെ പോകുന്ന ആ നിമിഷം cleansed by the blood of Jesus, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചു. I can feel His presence. ആ സാന്നിധ്യത്തെ എനിക്ക് അനുഭവിക്കാം. I can listen to His voice. ആ ശബ്ദം എനിക്ക് കേൾക്കാം. I understand what that intimacy means. ആ കൂട്ടായ്മ എന്താന്ന് എനിക്കറിയാം. I know my God. എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. I experience Him. ആ ദൈവത്തെ ഞാൻ അനുഭവിക്കുന്നു. David understood this even in the Old Testament times. പഴയ നിയമത്തിൽ കാൽവരിക്ക് മുൻപ് ദാവീദ് ഇതറിഞ്ഞു. The Bible says വചനം ഇങ്ങനെ പറയുന്നു about the tabernacle of David. ആ ദാവീദിന്റെ പെട്ടകം, It was a shift from the Mosaic tabernacle. മോശയുടെ പെട്ടകത്തിൽ നിന്നുള്ള ഒരു മാറ്റമായിരുന്നു. It says like this, ഇങ്ങനെയാണ് പറയുന്നത്, the tabernacle of David ദാവീദ് ഉണ്ടാക്കിയ നിലനിർത്തിയ സമാഗമന കൂടാരം marked a revolutionary departure from the system that was prevalent. മോശയിൽ നിന്ന് തുടങ്ങിയ ന്യായപ്രമാണ വ്യവസ്ഥിതിയിൽ ഒരു സാരമായ മാറ്റമുണ്ടായി ദാവീദിന്റെ കാലത്തിൽ ദൈവസാന്നിധ്യം സംബന്ധമായി. But without violating the spirit of the law of Moses. മോശയുടെ ന്യായപ്രമാണത്തിന്റെ ആത്മാവിനെ ലംഘിക്കാതുണ്ടായ മാറ്റമാണ്. David cultivated a spirit of intimacy. ദാവീദ് അതുവരെ മോശയിക പ്രമാണത്തിലും ഉടമ്പടിയിലും ഇല്ലാതിരുന്ന ഒരു ദൈവവുമായിട്ടുള്ള ഇണയടുപ്പത്തെ സ്ഥാപിച്ചു. Between people and God. ദൈവവും ദൈവത്തിന്റെ ജനവും തമ്മിൽ അതുവരെ ഇല്ലാത്തൊരു പുതിയ തലത്തിലുള്ള ബന്ധത്തിലേക്ക് ദാവീദ് വഴിയൊരുക്കി. I am excited about this
man. ഈ വചനത്തിന്റെ ഈ സത്യത്തെ തിരിച്ചറിയുമ്പോൾ ദാവീദിനെ കർത്താവ് കാലഘട്ടത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് കാണുമ്പോൾ ഞാൻ ആവേശപരിതൻ. He was not like others. അതുവരെ ദൈവ സാന്നിധ്യത്തെ കണ്ടെത്തിയതുപോലെ തിരിച്ചറിഞ്ഞതുപോലെയല്ല ദാവീദിന്റെ It കാലഘട്ടം. says like that. ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്. David cultivated a spirit of intimacy. ദൈവ സാന്നിധ്യ ആസ്വാദനം എന്ന ഒരു തലം ദാവീദിന്റെ ശുശ്രൂഷയിൽ തുറക്കപ്പെട്ടു. Between people and God. ദൈവവും ദൈവജനവും തമ്മിൽ ഒരു ഇണയെടുപ്പ്, ഒരു അകമഴിഞ്ഞ ബന്ധം അന്ന് വരെ പഴയ ഉടമ്പടിയിൽ ഇല്ലാത്ത ഒരു പുതിയ തലം തുറന്നു. This evening to the churches in Kerala, കേരളത്തിലുള്ള ദൈവസഭകളോട് ഞാൻ ഒരു ദൂത് പറയട്ടെ. to the traditional Pentecostal churches in Kerala, കേരളത്തിലുള്ള പരമ്പരാഗത പെന്തക്കോസ്ത് സമൂഹങ്ങളോട് ഞാൻ പറയട്ടെ. the Lord wants the churches to return back to Him. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന്, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ഉദ്ബോധിപ്പിക്കുക. Into a deeper intimacy. ആഴമായ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ബന്ധം. Jesus looked at the system prevalent in His time. അന്നത്തെ വ്യവസ്ഥിതിയെ നോക്കിക്കൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു. And He said like this. യേശു ഇങ്ങനെ പറഞ്ഞു. These are like whitewashed tombs. വെള്ളതേച്ച ശവക്കല്ലറകൾ. There is no life. ജീവനറ്റത്. You are following your traditions, but there is no life. നിങ്ങൾ പാരമ്പര്യങ്ങളെ പിന്തുടരുന്നു, ജീവനില്ല, ജീവനറ്റുപോയി. Jesus looked at the Pharisees. യേശു പരീശന്മാരെ വീക്ഷിച്ച് ഇങ്ങനെ പറഞ്ഞു. Jesus looked at the teachers of the law. ന്യായപ്രമാണത്തിന്റെ ഉപദേഷ്ടാക്കന്മാരെ നോക്കി യേശു ഇങ്ങനെ പറഞ്ഞു. Jesus looked at the Sadducees. യേശു സദുക്യരെ നോക്കി ഇങ്ങനെ പറഞ്ഞു. And Jesus said, യേശു ഇങ്ങനെ പറഞ്ഞു. what is the use of your religion? നിങ്ങളുടെ മതം കൊണ്ട് എന്ത് പ്രയോജനം? What is the use of your synagogue? നിങ്ങളുടെ ഈ പള്ളി കൊണ്ട് എന്ത് പ്രയോജനം? What is the purpose of your worship? നിങ്ങളുടെ ഈ മതത്തിന്റെ ആരാധന ക്രമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? What is the meaning of your messages? നിങ്ങളുടെ സന്ദേശങ്ങളുടെ ഉള്ളടക്കം എന്താണ്? Every day you speak hundreds of messages. വാദോരാതെ പ്രസംഗിക്കുകയാണ് ഒരു ദിവസം. What is the meaning of it? ഇതിന്റെ എല്ലാം സംക്ഷിപ്തമായ അർത്ഥം എന്താ? You are like whitewashed tombs. വെള്ളവേച്ച പുറംപൂശ് മാത്രമുള്ള. From outside it is good, പുറത്തുനിന്ന് ഭംഗിയുള്ള അഴകുള്ള, but from inside, ഉള്ളിലോ അകത്തോ, but from inside, അകത്തെന്തുവാണ്? but from inside, ആന്തരികമായി എന്താണ്? you are like dry bones. ചീഞ്ഞു നാറുന്ന ശവക്കല്ലറകളാണ്. There is no life. ജീവനറ്റു. Will the church in Kerala understand this? കേരളത്തിലുള്ള ദൈവസഭ ഈ ദൂത് മനസ്സിലാക്കുമോ? If I had intimacy with God, എനിക്ക് ദൈവവുമായിട്ടൊരു ഇണയെടുപ്പുള്ള ബന്ധം ഉണ്ടായിരുന്നു, I would not fight elections. ഞാൻ ഒരിക്കലും മത്സരത്തിന് പോകത്തില്ല. If I had intimacy with God, ദൈവവുമായിട്ട് എനിക്ക് ഇണയെടുപ്പുള്ള ബന്ധം ഉണ്ടെങ്കിൽ I would not backstab others. മറ്റുള്ളവരുടെ കുതികാല് വെട്ടത്തില്ല. If I had intimacy with God, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. I will not rob others. മറ്റുള്ളവരെ അപഹരിക്കത്തില്ല. If I had intimacy with God, ദൈവവുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു. I will not compete with others. മറ്റുള്ളവരോട് കിടപിടിക്കുവാൻ. If I had intimacy with God, ദൈവവുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ I will not run after pleasures of this ഈ world. ലോകത്തിന്റെ മായാ സുഖങ്ങൾക്ക് പിന്നാലെ ഞാൻ ഓടത്തില്ലായിരുന്നു. Sorry to say, ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ദുഃഖിക്കുന്നു. I stand here as a prophet of God. ദൈവപ്രവാചകനായി ഞാൻ നിൽക്കുന്നു. Sorry to say, ഞാൻ ഇവിടെ വളരെ ഒരു പരമാർത്ഥതയോട് പറയട്ടെ. the condition of the churches of Kerala is bad. കേരള സഭയുടെ അവസ്ഥ വളരെ ജീർണിച്ചിരിക്കുന്നു. 4 years I am here. 4 വർഷമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. I don't feel excited about the churches here. ഇവിടുത്തെ ആത്മീയ അന്തരീക്ഷം കണ്ട്, ഈ സഭകളുടെ അവസ്ഥ കണ്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. I don't feel excited. എനിക്കതിൽ ആവേശം തോന്നുന്നു. When I look back 100 years back, 100 വർഷം പിന്നാലെ നോക്കുമ്പോൾ the movement was started ആ ഉണർവ് ആരംഭിച്ചപ്പോൾ with an intimacy with God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടങ്ങിയത്. They knew their God. അവർക്ക് അവരുടെ ദൈവത്തെ അറിയാം. They heard the voice of God. ദൈവശബ്ദം കേട്ടു. God came down in midst of them. God did unusual miracles. സാധാരണമായ കാര്യങ്ങൾ ചെയ്തു. There were transformations. രൂപാന്തരങ്ങൾ നടന്നു. There was repentance. മാനസാന്തരം ഉണ്ടായി. People turned from their sins. പാപത്തിൽ നിന്ന് ജനം തിരിഞ്ഞു. But today, ഇന്നെന്താ? nothing is there. ഇതൊന്നുമില്ല. You may not be knowing the statistics. നിങ്ങൾക്ക് കണക്കുകൾ അറിയത്തില്ലായിരിക്കും. The statistics says കണക്കിങ്ങനെയാ പറയുന്നത്. the Pentecostal population in Kerala, കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം only 0.6%.
0.6% മാത്രമേ ഉള്ളൂ. Have we ever thought what we are doing? ഇവിടെ നാം എന്താ ചെയ്യുന്നത്? What we are doing? എന്താ ചെയ്യുന്നത്? We are fighting elections. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക. We are pulling down each other. അന്യോന്യം താഴെയിടുകയാണ്. We are interested in position. നമ്മൾ സ്ഥാനത്തിന് വേണ്ടി We are interested in money. പണം ഉണ്ടാക്കാൻ ഓടുകയാണ്. We are interested in creating lobbies. നമ്മൾ നമ്മുടേതായ സ്വജനപക്ഷപാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. We want acceptance of political parties. രാഷ്ട്രീയ അംഗീകാരത്തിന് വേണ്ടി കൊതിക്കുകയാണ്. We are running for recognition of the world. മറ്റുള്ളവരുടെയും ലോകത്തിന്റെയും അംഗീകാരത്തിന് വേണ്ടി ഓടുകയാണ്. Sorry to say, ഞാൻ വളരെ ദുഃഖത്തോടെ do you know what Jesus said about this system? ഈ വ്യവസ്ഥിതിയെ കുറിച്ച് യേശു എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? Turn with me. എന്നോട് കൂടെ നിങ്ങൾ തിരിക്കണം. Matthew chapter 23. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. Jesus said like this. യേശു ഇങ്ങനെയാ പറഞ്ഞത്. Oh Jerusalem, Jerusalem, യെരൂശലേമേ യെരൂശലേമേ, the one who kills the prophets പ്രവാചകന്മാരെ കൊന്നു മുടിച്ചവളെ, and stones those who are sent to her. ദൈവം അയച്ചവരെ കല്ലെറിയുന്നവളെ, How often I wanted to gather your children together. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്നെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി. As a hen gathers her chicks under her wings, but you were not willing. നിനക്കോ മനസ്സായില്ല. Dear churches, ദൈവസഭകളെ, dear churches in Kerala, കേരളത്തിലുള്ള ആത്മീക സമൂഹമേ, how many times your God wanted to gather you back to him, തന്നിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം എത്രയോ വട്ടം ശ്രമിച്ചു. but we are not willing. നമുക്ക് മനസ്സില്ല. We are interested in positions. നമ്മൾ സ്ഥാനമാനങ്ങളിൽ മുഴുകി നിൽക്കുക. We are interested in projects. നമ്മുടേതായ ആസൂത്രണങ്ങളിൽ മുങ്ങി നിൽക്കുക. We want to build Bible colleges. നമുക്ക് ബൈബിൾ കോളേജുകൾ സ്ഥാപിക്കണം. We want to build churches. നമുക്ക് വലിയ സൗധങ്ങൾ പണിയണം. We want to build this and that. നമുക്ക് അതും ഇതും പണിയണം. We want to go to foreign countries. വിദേശ രാജ്യങ്ങളിലെ പര്യടനങ്ങൾ നടത്തണം. We want to hear people saying that we are somebody great. നമ്മൾ ആരോ വലിയ ആളാണെന്ന് മറ്റുള്ളവരിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. This is exactly what happened during Jesus' time. ഇതാണ് യേശുവിന്റെ കാലത്ത് സംഭവിച്ചത്. The Bible says വചനം ഇങ്ങനെയാണ് പറയുന്നത്. they love the best places at feast. അവര് ഉത്സവങ്ങളിലും അവർ ഓരോ ഇടങ്ങളിൽ പോകുമ്പോൾ കണ്ണായ സ്ഥലം ആഗ്രഹിക്കുന്നു. The best seat in the synagogue. അവരുടെ പള്ളികളിൽ ആ തലപ്പത്തുള്ള സ്ഥലം. They were greater than God. അവർ ദൈവത്തെക്കാൾ വലിയവരായിരുന്നു. Though everything was in the name of God. എല്ലാം ദൈവനാമത്തിലായിരുന്നു. Though everything happened in the name of God. നാമത്തിൽ അവർ പല വേലകൾ ചെയ്തു. The people who led them were greater than God. അവരെ നയിച്ച ഈ നേതൃത്വം ദൈവത്തെക്കാൾ എന്തോ വലിയവരായി പ്രദർശിപ്പിച്ചു. Do you know what Jesus looked at them and said? യേശു അവരെ നോക്കി എന്താ പറഞ്ഞെന്ന് കുറിക്കൊള്ളണം. See, your house is left to you desolate. നിങ്ങളുടെ വീട് അന്യാധീനപ്പെട്ടു പോയി. Your house is left to you desolate. നിങ്ങളുടെ വീട് ശൂന്യമായി കിടക്കുക. Desolation is the word. ആ ശൂന്യത എന്ന വാക്ക് നോക്കിയേ. How many of you are able to see this? ഈ ശൂന്യതയെ ആത്മീക തലങ്ങളിൽ, ആത്മീക സമൂഹത്തിൽ എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്? How many of you are able to understand it? ഇത് മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? I am saddened in my spirit. ഇത് കാണുമ്പോൾ എന്റെ ആത്മാവിൽ ഞാൻ ഞെരുങ്ങുകയാണ്, ദുഃഖിക്കുകയാണ്. I am discouraged. ഞാൻ പലപ്പോഴും ഇത് കണ്ട് നിരാശപ്പെട്ടു പോയി. I don't feel like doing anything. ഈ ആത്മീക അവസ്ഥകളെ കണ്ട് ഞാൻ മടുത്തു പോയിട്ടു. The only things that keeps me alive is the touch of God. ദൈവത്തിന്റെ സ്പർശനമാണ് ഇന്നും എന്നെ നിലനിർത്തുന്നത്. One day Elijah said like this. ഏലിയ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, God, I am alone. ഞാൻ ഏകൻ മാത്രമേ ഉള്ളൂ. Maybe somebody of you who are listening to me ഈ this വചനം evening, കേൾക്കുന്ന ഈ രാത്രിയിൽ ഈ വചനത്തെ ഉൾക്കൊള്ളുന്ന ചിലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. you are telling in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുന്നുണ്ട്, God, will there be a change? ഒരു മാറ്റത്തിന്റെ സാധ്യതയുണ്ടോ? I am alone. ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ. There is nobody who looks after the interest of God. ദൈവിക കാര്യത്തിൽ തൽപരരായി ആരും തന്നെ ഇല്ലല്ലോ. But God said, Elijah, you are not alone. പക്ഷേ ഏലിയാവിനെ തട്ടിക്കൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? നീ ഏകനല്ല. There are so many in this land. ഈ ദേശത്ത് തന്നെ ഞാൻ ഇത്രയോ പേരെ I have hidden them. അവരെ മറച്ചു വെച്ചിരിക്കുക. They are not famous. അവര് പ്രശസ്തിയുള്ളവരല്ല. They are not popular. അവർക്ക് പ്രശസ്തി കിട്ടിയിട്ടില്ല. But I know my sheep. എനിക്ക് എന്റെ ആടിനെ അറിയാം. And my sheep know me. എന്റെ ആടിന് എന്നെ അറിയാം. Tomorrow when you stand in
in God's presence, നാളെ ദൈവത്തിന്റെ മുൻപാകെ നാം ഓരോരുത്തരും നിൽക്കുമ്പോൾ, more than any crown that the world would give you, ലോകം നമുക്ക് തരുന്ന ഏത് കിരീടത്തെക്കാൾ വലുത്, more than any position that the world would give you, ലോകം വെച്ച് നീട്ടുന്ന ഏത് സ്ഥാനമാനത്തെക്കാൾ വലുത്, the Lord should tell to you, I know you. കർത്താവ് നമ്മളെ നോക്കി പറയണം, ഞാൻ നിന്നെ അറിയുന്നു. Do you know in Psalms 23 what David says? ദാവീദ് എന്താണ് ഈ സങ്കീർത്തനം 23 പറയുന്നത് അറിയാമോ? His relationship with God was so intimate. ആ ദൈവബന്ധം എത്ര ആഴമുള്ളതാണ് ഇവിടെ കാണാം. He says that when I walk through the valley of shadow of death, ഞാൻ മരണനിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും you are with me. നീ എന്നോട് കൂടെയുണ്ട്. You will not leave me. എന്നെ കൈവിടുകയില്ല. You will not forsake എന്നെ me. ഉപേക്ഷിക്കുകയില്ല. To some of you, the Spirit of God wants to tell, ഈ സാഹചര്യങ്ങളിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ഹൃദ്യമായി സംസാരിക്കുന്നു. dear men and women of God, ദൈവദാസീദാസന്മാരെ, you will not be destroyed. നിങ്ങൾ തകർന്നു പോകത്തില്ല. You will not be destroyed. നിങ്ങൾ ശൂന്യമായി പോകത്തില്ല. Even though you walk through the valley of shadow of death, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടിയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും your God is with you. നിങ്ങളുടെ ദൈവം നിങ്ങളോട് ഒപ്പമുണ്ട്. I want to conclude my message സന്ദേശത്തിന് ഞാൻ ഒരു ഉപസംഹാരം കൽപ്പിക്കട്ടെ, by telling what exactly this restoration means to the church. ദൈവസഭയ്ക്ക് വേണ്ടിയ ഈ നവോത്ഥാനം, ഈ പുനർസ്ഥാപനം എന്താണെന്ന് ഞാൻ ഒരു വാക്കിൽ പറയട്ടെ. We all know that restoration of man back to God is the biggest prophecy of the Bible. വചനത്തിലെ ഏറ്റവും വലിയ ദൂതാണ് ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ യഥാസ്ഥാപനപ്പെടുത്താൻ പോകുന്നത്. അത് നമ്മൾ കേട്ടതാണ്. The other day our pastor at Tiruvalla Church, he was telling a very right thing, that if you do not understand properly the first 3 chapters of Genesis, then you will not understand the message of God. കഴിഞ്ഞ ദിവസം ദൈവദാസൻ തിരുവല്ല സഭയിൽ ഞായറാഴ്ച പ്രസ്താവിച്ചത് എത്രയോ ശരിയാണ്. ബൈബിളിലെ ആദ്യ 3 അധ്യായങ്ങൾ, ഉൽപ്പത്തിയിലെ 3 അധ്യായങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഈ തിരുവെഴുത്തൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. And I want to encourage the man of God, dear pastor, your message is coming with power at Tiruvalla Church. I am experiencing that. തിരുവല്ല സഭയിൽ ഓരോ ഞായറാഴ്ചയും അങ്ങയുടെ സന്ദേശം ശക്തിയോട് വരുന്നു. അത് ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. We are experiencing the power of God. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ജനമാണ് നാം. If you understand the first 3 chapters of the Bible, ഉൽപ്പത്തിയിലെ ആദ്യ 3 അധ്യായങ്ങൾ നാം മനസ്സിലാക്കിയാൽ we see a God who wants an intimate relationship with his people. മനുഷ്യനുമായിട്ട് അകമഴിഞ്ഞ അടുപ്പമുള്ള ഒരു ബന്ധം ആഗ്രഹിക്കുന്ന ദൈവം. Restoration is bringing us back to him. ദൈവിക യഥാസ്ഥാപനം നമ്മളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുകയാണ്. John said that this God, he came as flesh and dwelt among us. യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ദൈവം, ഈ വചനം ഞങ്ങളുടെ നടുവിൽ ജഡമെടുത്ത് പാർത്തു, മനുഷ്യനായി പാർത്തു. Jesus died for us. He was buried, he was resurrected, and he ascended to heaven. യേശു മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലഭാഗെ ഇന്നും നമുക്കായി പക്ഷവാദം ചെയ്തു. He gave us the promise of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം തൻ വചനത്തിൽ The Holy Spirit came down upon the church on the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ ഈ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ മേൽ ഇറങ്ങി വന്നു. In the book of Acts, the church walked with God. അപ്പോസ്തല പ്രവൃത്തിയിൽ സഭ ദൈവത്തോടൊപ്പം നടന്നു. We see unusual things God doing through his church. ആ സഭയിൽ കൂടി ദൈവം ചെയ്ത അസാധാരണ കാര്യങ്ങൾ നമുക്കറിയാം. I believe that these are going to be a day when God will use his church extraordinarily. അസാധാരണമായി ഈ തലമുറയിൽ, ഈ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം തന്റെ സഭയെ ഉപയോഗിക്കാൻ പോകുകയാണ്. God asked the prophet, will this dry bones live? ദൈവം തന്റെ പ്രവാചകനോട് ചോദിച്ചതുപോലെ ഈ അസ്ഥികൂടങ്ങൾ ജീവിക്കുമോ? Though it may seem impossible, അസാധ്യമായി നമുക്ക് തോന്നുന്നു. the Bible says there
was a sound of rattling. അവിടെ വലിയൊരു ശബ്ദം കേട്ടതായി നാം The വായിക്കുന്നു. bones joined with bones. അസ്ഥി അസ്ഥിയോട് ചേർന്നു. The spirit of the breath of God entered them. ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ആത്മാവ് അസ്ഥികളിൽ They rose up as a mighty army. സൈന്യമായ അസ്ഥികൂടങ്ങൾ എഴുന്നേറ്റു. Dear church, you are that army that God is preparing. ഈ അന്ത്യകാലത്ത് ദൈവം ഒരുക്കുന്ന ഒരു സൈന്യമാണ് ദൈവസഭ. Do not be discouraged. Do not be despondent. Rise up for God's plans. ആത്മിക സമൂഹത്തിലെ അധപ്പതനം കണ്ട് നിരാശപ്പെട്ടു പോകരുത്. ദൈവ പ്രവർത്തിക്കാൻ നമുക്ക് എഴുന്നേൽക്കാം. What it means to be restored. എന്താണ് യഥാസ്ഥാപനം? Restoration for the church means സഭയ്ക്കുള്ള യഥാസ്ഥാപനം ഇതാണ്. the church will display the kind of love Jesus demonstrated. യേശു വെളിപ്പെടുത്തിയ ആ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയെ വെളിപ്പെടുത്തുന്ന ഒരു സമൂഹമായി സഭ മാറും. സ്നേഹത്തിൽ സഭ യേശു തുല്യമാകും. Believe me, restoration means the love of God will flow through you. നമ്മളിൽ കൂടി ദൈവ സ്നേഹം അണപൊട്ടി ഒഴുകുന്നത് പോലെ ഒഴുകുന്ന ഒരു അനുഭവമാണ് യഥാസ്ഥാപനം. Second thing, restoration means യഥാസ്ഥാപനത്തിന്റെ രണ്ടാമത്തെ തലം ഇതാണ്. release of God's power through the church without measure. ഒരു അളവും കൂടാതെ ദൈവസഭയിൽ കൂടി ദൈവശക്തി പ്രവഹിക്കുന്ന ഒരു അനുഭവം. Individually for you and me. വ്യക്തിപരമായ നിങ്ങൾക്കും എനിക്കും The most important message is to repent. നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം മാനസാന്തരമാണ്. Repent does not mean that from this moment I become a perfect person. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തൊട്ട് ഞാൻ പൂർണ്ണതയുള്ള വ്യക്തിയായി മാറുന്നല്ല. Rather, repent means turning to God, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതാണ് മാനസാന്തരം. looking unto God, ദൈവമുഖം അന്വേഷിക്കുക. telling to God, ദൈവത്തോട് പറയുക, God, I cannot live without you. അങ്ങേ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. I need you. എനിക്ക് അങ്ങേ വേണം. I want to listen to your voice. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. I want to feel your presence. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. I want to experience you. എനിക്ക് അങ്ങേ അനുഭവിക്കണം. I want to touch you. അങ്ങേ സ്പർശിക്കണം. Dear brothers and sisters, ദൈവദാസീദാസന്മാരെ, Christian life is not burdensome. ക്രിസ്തീയ ജീവിതം ഒരു ഭാരം നിറഞ്ഞ ഒരു യാത്രയായി ചിന്തിക്കരുത്. It's not a boredom. അതൊരിക്കലും ഒരു നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ഒരു യാത്രയല്ല. It's an exciting walk അത് with God. ആവേശം നിറഞ്ഞ ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയാണ്. I am excited about you. എനിക്ക് നിങ്ങളെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. If you are not, നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകുന്നു. I invite you to start this exciting journey. ഇതുവരെ ഈ യാത്ര തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് തുടങ്ങാം. It will never be like before. ഇതുവരെയുള്ള ഒരു ക്രിസ്ത്യ ജീവിതമല്ല. May God bless us with this word. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.